ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ പേർപ്പിളുടെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കും നമുക്ക് 2 പെട്ടിയുണ്ട്, പക്ഷേ ഒരു പെട്ടി മാത്രമേ ഞാൻ ഇന്ന് തുറക്കുന്നുള്ളൂ. റീസൺ എന്താണെന്ന് വെച്ചാൽ ഫോണിൽ സ്റ്റോറേജ് ഭയങ്കര കുറവാണ്. അപ്പോൾ അത് പേടിച്ച് വേഗം എടുത്തൊരു വീഡിയോ ആണിത്. ഇതിൽ പല പ്രോഡക്ട്സും ഞാൻ ഇപ്പോൾ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എൻ്റെ ഒരു മിനി റിവ്യൂ കൂടി ഞാൻ ഇതിൽ തന്നെ പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പാക്കിംഗ് ഒക്കെ അത്യാവശ്യം വളരെ സ്ട്രോങ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ തുറക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ, ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്യുന്നത് തലേ ദിവസം വൈകുന്നേരമാണ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പോഴത്തേക്കും എൻ്റെ പ്രോഡക്ട്സ് എല്ലാം വീട്ടിലെത്തി. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് പേർപ്പിളിൽ നിന്ന് ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് വന്നുകൊണ്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാധനമാണിത്. ആൽപ്സ് ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടറാണ്. പിന്നെ റോസ്മേരിയുടെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ ഹെയറിന് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, റിസൾട്ട് ഞാൻ പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം. അടുത്തത് വീണ്ടും ആൽപ്സ് ഗുഡ്നസിൻ്റെ തന്നെ ഒരു ഫ്ലാക്സ് സീഡ് ജെല്ലാണ്. ഇത് ഞാൻ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടി മേടിച്ചതാണ്. ഫ്രിസ് ഫ്രീ ആക്കും എന്നൊക്കെ പറഞ്ഞു, ഹെയറിനും സ്കിന്നും നല്ല എന്ന് പറഞ്ഞു. ഞാൻ ഹെയറിലും സ്കിന്നിലും യൂസ് ചെയ്ത് നോക്കി, പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ഫ്രിസ്നെസ് ഒന്നും മാറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്കിന്നിലും പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഡേം ഡോക്കിന്റെ കോജിക് ആസിഡ് വരുന്ന നൈറ്റ് ക്രീമാണ്. ഇതും ഭയങ്കര ട്രെൻഡിങ് ആയിരുന്ന റേറ്റ് ആയിരുന്നു. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് പറയാം. ഇത്തവണത്തെ പർച്ചേസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണിത്. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ മേടിച്ചതുകൊണ്ടായിരിക്കണം എന്നെ ഞെട്ടിച്ചൊരു പ്രോഡക്റ്റ് ആണിത്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു അണ്ടർ ഐ സിറം പാച്ച് ആണ്. ഡാർക്ക് സർക്കിൾസിനും പഫ്നെസ്സിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അലോവേറയും അതുപോലെ തന്നെ കോഫിയും മേടിച്ചിട്ടുണ്ടായിരുന്നു. കിഡിലൻ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ കിഡിലൻ പ്രോഡക്റ്റ് ആണ്. അറിയാമല്ലോ, അപ്പം നൈറ്റ് ഷിഫ്റ്റും കൂടെ ആയതുകൊണ്ട് തന്നെ ഡാർക്ക് സർക്കിൾസ് ഒരു രക്ഷയില്ല. അപ്പം എൻ്റെ അപ്ഡേറ്റഡ് റിവ്യൂ ഞാൻ പിന്നീട് പറയാം. പിന്നീട് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു മാർസിന്റെ ഈ ഷെയ്ഡ് ഏതെന്ന് ഞാൻ പറയുന്നില്ല, ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അറിയുന്നവർ കമന്റ് ബിലോ ഗൈസ്, അല്ലാത്തൊരു വെയിറ്റ് ചെയ്ത് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നതായിരിക്കും. ഇത് എനിക്ക് ഫ്രീബി ആയിട്ട് കിട്ടിയൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. അതിൻ്റെ ഷെയ്ഡ് നോക്കിയതാണ്, പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ സംഭവം ഒരു ലോക പരാജയമായി പോയി. എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല. ഇപ്പം അത്ര വൃത്തിയായിട്ട് കാര്യമായിട്ട് അറിയുന്നില്ല, പക്ഷേ ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഈ ഷെയ്ഡ് ഏതാണെന്ന് പറയാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ബൈ.